നല്ല ക്ലാസിക് പടം ഉണ്ടാ. അപർണ മുരളിയും രാജ് ഭീഷണും പൊളിച്ചിട്ടുണ്ട്. സൂപ്പറായിരുന്നു. സൂപ്പർ പടം. അടിപൊളി അടിപൊളി. നല്ല സിനിമയാണ്. കുറെ നാളുകൂടി ഒരു സ്ത്രീപക്ഷ സിനിമ ഇറങ്ങിയത്. നല്ല പടം. രണ്ടു പ്രാവശ്യം പടം നല്ല സൂപ്പർ പടമായിരുന്നു. അതായത് പിന്നെ രാജ് ബി ഷെട്ടി ആണെങ്കിലും അപർണ ബാലമുരളി ആണെങ്കിലും നല്ല അടിപൊളി പെർഫോമൻസ് ആണ്. നല്ല സൂപ്പർ സ്റ്റോറിയാണ്. നല്ല ഒരു ചിത്രമാണ്. ഏതായാലും നമുക്ക് കാണുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിത്രമാണ്. ഏതായാലും രാജ് ബി ഷെട്ടി പിന്നെ അപർണ ബാലമുരളി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു നല്ലൊരു പെർഫോമൻസ് ആണ് അപർണ ബാലമുരളിയുടെ അവസാന പെർഫോമൻസ്. നല്ല അടിപൊളി ഫൈറ്റ് ഒക്കെ ഉണ്ട്. അത് പടം കണ്ടറിയണം. കണ്ടാൽ തന്നെ മനസ്സിലാവുള്ളൂ. നമുക്കൊരു എന്താ പറയുക, രണ്ടുപേരും മത്സരിച്ച് അഭിനയിക്കുന്ന ഒരു ലെവലാണ്. സെക്കൻഡ് ഹാഫ് ആയിരിക്കും കുറച്ച് ബെറ്റർ. കാരണം എന്തുകൊണ്ട് എന്നുള്ളത് ഫസ്റ്റ് ഹാഫ് മൊത്തം ക്യൂരിയോസിറ്റി ആയിരുന്നു. എന്തിനു വേണ്ടി, എന്താ സംഭവം നമുക്ക് അധികം മനസ്സിലാവില്ല. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴാണ് എന്തുകൊണ്ട് എന്നുള്ളത്. പിന്നെ ഒരു സർവൈവൽ ത്രില്ലർ പ്ലസ് ഒരു സൈക്കോ രണ്ടുകൂടി ഒന്നിക്കുമ്പോൾ ആ ഒരു ഇത് രണ്ടുപേർക്കും ന്യായമുണ്ട്. നമുക്ക് സാധാരണ സിനിമയിൽ നമുക്ക് സൈക്കോസിനെ ഒരു സൈക്കോ ആയി കാണുന്ന അയാളെ തീർത്ത പറയും. പക്ഷെ ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ എന്തുകൊണ്ട് സൈക്കോ ആവുന്നു, ആളുടെ ഭാഗത്ത് നോക്കുമ്പോൾ അതൊരു ന്യായമല്ലേ എന്നുള്ള രീതിയിൽ ഒരു ത്രെഡ് ഉണ്ട്. അതെനിക്ക് നന്നായി വർക്കൗട്ടെ. സൈക്കോ സിനിമ. രാജ് ബി ഷെട്ടി നന്നായിട്ടുണ്ട്. നന്നായിട്ട് അപർണ നല്ലതാണ്. മൂന്നാല് കഥാപാത്രങ്ങളേ ഉള്ളൂ. നല്ലപോലെ പടം ചെയ്തിട്ടുണ്ട്. രാജ് ബി ഷെട്ടി നല്ല പുള്ളിയുടെ രൂപയൊക്കെ ചെയ്ത പോലെ തന്നെ ഒരു കഥാപാത്രം. കുഴപ്പമില്ല, നല്ല സിനിമ. പിന്നെ പറഞ്ഞാൽ ഇതിനൊരു എന്താ പറയുക, ഒരു മെസ്സേജാണ് ഈ പടം. ഇപ്പോഴത്തെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾക്കുള്ള ഒരു മെസ്സേജാണ്. അപ്പോൾ അതിൻ്റെ ഒരു റിവെഞ്ചാണ് ഈ പടം ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കൊള്ളാം. നല്ല സൂപ്പർ സ്റ്റോറിയാണ്. നല്ല ഡയറക്ഷനുമാണ്. അടിപൊളി ഡയറക്ഷനാണ്. തിയേറ്റർ റെസ്പോൺസ് മസ്റ്റ് വാച്ചാണ്. നല്ല രസമുണ്ട്. ഒരു എന്താ പറയുക, ഒരു ലാഗൊന്നും അടുപ്പിക്കാതെ നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോകണം. കൊള്ളാം. സൂപ്പർ. നല്ല സൂപ്പർ പെർഫോമൻസ്. അപർണ ബാലമുരളിയുടെ പെർഫോമൻസ് കുറച്ചാണ് പെർഫോമൻസ് ഇതുള്ളൂങ്കിലും നല്ല സൂപ്പറാണ്. നല്ല സൂപ്പർ പെർഫോമൻസ്. രാജ് ബി ഷെട്ടി കറക്റ്റ് കാസ്റ്റിംഗ് ആട്ടോ. എനിക്ക് തോന്നുന്നില്ല മലയാളത്തിൽ ഒരുത്തിനും അങ്ങനത്തെ ഒരു ഇത് പറ്റില്ല അല്ലേ. ഈ പറഞ്ഞതിൽ രാജ് ബി ഷെട്ടിയുടെ കാസ്റ്റിംഗ് കറക്റ്റാണ്. ഒരു മലയാളത്തിൽ ഒരു വേറെ ഒരു കാസ്റ്റിംഗ് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല സൂപ്പറാണ്. നമുക്കൊരു എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന കാസ്റ്റിംഗ് ആയിരുന്നു. പടം കൊള്ളാം. ത്രില്ലറാണ്. സൈക്കോ ടൈപ്പ് ത്രില്ലറാണ്. ക്യാരക്ടർ കുറവാണ്, പക്ഷെ തിയേറ്റർ വാച്ചുകൾ തന്നെയാണ്. സൈക്കോ റിലേറ്റഡ് ഫിലിം ആയതുകൊണ്ട് തന്നെ രാജ് ബി ഷെട്ടി നല്ല പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപർണ ബാലമുരളി നല്ല ചെയ്തിട്ടുണ്ട്. കൊള്ളാം. സിനിമ എന്ന് വെച്ചാൽ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. പക്ഷെ ഇത് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പർ പടമാണ്. ഒരു ഫസ്റ്റ് ടൈം ഡയറക്ഷൻ, മ്യൂസിക് നൈസ് ആയിരുന്നു. ഒരു ഫസ്റ്റ് ടൈം ജിസ് ലോലൻ സാർ അടിപൊളിയായിരുന്നു. കാരണം ആദ്യം ഒരു ഫസ്റ്റ് ടൈം ഡയറക്ടറാണെന്ന് പറയത്തേ ഇല്ല. ആരും എടുത്ത് വെച്ചിട്ടുണ്ട്. സോ എന്തായാലും തിയേറ്ററിൽ പോയി കാണാം.